ലോകം ഉറ്റുനോക്കിയ US ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിൽ. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് വെറും കൈയോടെ മടങ്ങിയെന്നാണ് ഇറാൻ പരിഹസിക്കുന്നത്. 21 മണിക്കൂർ നീണ്ട ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ലാത്തതിനെ തുടർന്ന് ഇറാന്റെ ഭാഗത്തുനിന്നും കടുത്ത പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഘാനയിലെ ഇറാൻ എംബസി പുറത്തുവിട്ട എക്സ് പോസ്റ്റ് US-നെ ഒന്നടങ്കം പരിഹസിക്കുന്നതാണ്. US വൈസ് പ്രസിഡന്റ് ലോകത്തിന്റെ പകുതി ദൂരവും സഞ്ചരിച്ച് ഇസ്ലാമാബാദിലെത്തിയത് വെറുതെയായി. യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തതെല്ലാം ചർച്ചയിലൂടെ നേടിയെടുക്കാമെന്നായിരുന്നു അവരുടെ വ്യാമോഹം. എന്നാൽ ഇറാൻ അത് തള്ളി. JD വാൻസ് ഇപ്പോൾ വെറും കൈയോടെ വീട്ടിലേക്ക് പറന്നിരിക്കുകയാണ്. ഇറാൻ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഉറപ്പ് നൽകണമെന്ന US-ന്റെ കർശന നിലപാടാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത്. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിബന്ധനകൾ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചുനിന്നു. ഇതോടെ അമേരിക്ക മുന്നോട്ട് വെച്ച അവസാനത്തെയും മികച്ചതുമായ നിർദ്ദേശവും തള്ളപ്പെട്ടതോടെ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായി എന്ന് വേണം പറയാൻ. ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാന്റെ എണ്ണക്കടത്ത് പൂർണ്ണമായും തടയാൻ നാവിക ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൈവശമുള്ള ആയുധം നാവിക ഉപരോധം എന്ന ലേഖനം ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതിന്റെ സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ വരുമാന മാർഗങ്ങൾ പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയാകും ട്രംപിന്റെ അടുത്ത നീക്കമെന്ന് പറയപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വിശ്വാസം നേടിയെടുക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായതെന്ന് ഇറാന്റെ മുഖ്യ ചർച്ചാ പ്രതിനിധിയായ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് ഞായറാഴ്ച വ്യക്തമാക്കി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന മാരത്തൺ ചർച്ചകൾക്ക് ശേഷം നടത്തിയ ആദ്യ പ്രതികരണത്തിലാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആവശ്യമായ ശുഭാപ്തി വിശ്വാസവും താൽപ്പര്യവും ഞങ്ങളുടെ ഭാഗത്തുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 യുദ്ധങ്ങളുടെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എതിർഭാഗത്തെ ഒട്ടും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ചർച്ചകളിലുടനീളം ഇറാനിയൻ പ്രതിനിധികളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ എതിർപക്ഷം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ശനിയാഴ്ച ആരംഭിച്ച ചർച്ചകൾ ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു. ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന കാര്യത്തിൽ ഇറാൻ അടിസ്ഥാനപരമായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ചർച്ചയിൽ ധാരണയായില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ 21 മണിക്കൂർ ഇതിനായി ചെലവഴിച്ചു. ഇറാനികളുമായി ഗൗരവകരമായ നിരവധി ചർച്ചകൾ നടത്തി എന്നത് ശുഭവാർത്തയാണ്. എന്നാൽ ഒരു കരാറിൽ എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് മോശം വാർത്ത. ഇത് അമേരിക്കയേക്കാൾ കൂടുതൽ ഇറാന് തന്നെയാകും ദോഷം ചെയ്യുക എന്ന് ഞാൻ കരുതുന്നു. ഇരു രാജ്യങ്ങളും വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ജാരേഡ് കുഷ്നർ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുൾപ്പെടെയുള്ള US ചർച്ചാ സംഘത്തിലെ അംഗങ്ങളോ സാങ്കേതിക സംഘമോ ഇസ്ലാമാബാദിൽ തുടരുന്നില്ലെന്ന് US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എല്ലാവരും വാഷിംഗ്ടണിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അമേരിക്ക ഞങ്ങളുടെ യുക്തിയും തത്വങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്, ഗാലിബാഫ് കുറിച്ചു. വെല്ലുവിളി നിറഞ്ഞ ഒരു സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു: 40 ദിവസം നീണ്ടുനിന്ന ഇറാന്റെ ദേശീയ പ്രതിരോധത്തിലൂടെ നേടിയെടുത്ത നേട്ടങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും ഞങ്ങൾ പിന്നോട്ടു പോകില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഇറാൻ നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്.